കർത്താവിൻ്റെ ധന്യമായ നാമം ഇന്ന് രാത്രി മഹത്വപ്പെടുമാറാകട്ടെ. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനും കുടുംബത്തിനും ഇവിടെ ആയിരിക്കുന്ന അനുഗ്രഹീതരായ കർത്തൃദാസന്മാർ, ദൈവമക്കൾ, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഇന്ന് രാത്രി അറിയിക്കുകയാണ്. ഇവിടെ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ കടന്നു വന്ന ദൈവവചനം ശുശ്രൂഷിപ്പാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തെ ഓർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു ചെറിയ സന്ദേശം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. നിങ്ങളെക്കാൾ വേഗത്തിൽ എനിക്ക് തിരിച്ച് പോകണം എന്നാഗ്രഹിച്ചാണ് ഞാനിവിടെ നിൽക്കുന്നത്. നാളെ വിശുദ്ധ സഭായോഗം ഉള്ളതുകൊണ്ടും എനിക്ക് തൃശ്ശൂർ എത്തേണ്ടതും ആവശ്യമായതുകൊണ്ട് വേഗത്തിൽ സമയം നഷ്ടപ്പെടുത്താതെ ഒരു ലഘു സന്ദേശം കർത്താവ് പ്രാർത്ഥനയിൽ എനിക്ക് നൽകിയ ഒരു സന്ദേശം ഞാൻ എൻ്റെ ഒരു പേപ്പറിൽ അത് കുറിച്ച് വയ്ക്കുകയും നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാനൊരു സ്ഥലത്ത് ചർച്ച് ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന ഒരു ചർച്ചിൽ ഒരു പ്രാർത്ഥനയ്ക്കായി കടന്നു പോയപ്പോൾ അവിടെ ഒരു വാചകം എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, വായിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചോദിച്ചില്ല, എന്താണ് എന്ന് ചോദിച്ചപ്പോൾ പാസ്റ്റർ പറഞ്ഞു, ചെറിയ പ്രസംഗം പ്രസംഗിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് വീണ്ടും ഇവിടെ അവസരം ഉണ്ടെന്നാണ് എഴുതി വച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇന്ന് രാത്രി ഒരു ലഘു സന്ദേശം സമയപരിമിതിക്കുള്ളിൽ നിന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുകയാണ്. നമുക്ക് പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം 15-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. പുറപ്പാട് 14:15. മതി മുമ്പോട്ടു പോകുവാൻ ഇസ്രയേൽ മക്കളോട് പറയുക. ഇന്ന് ഈ നമ്മൾ വായിച്ച ഈ 15-ാം അധ്യായം, അതേ കുറച്ച് വാക്യങ്ങൾ വായിക്കേണ്ടതാണെങ്കിലും 14-ാം അധ്യായം വായിക്കേണ്ടതാണെങ്കിലും ആ സംഭവത്തിനകത്ത് നിന്ന് ഒരു സന്ദേശം, 2-3 സന്ദേശം കർത്താവിൻ്റെ ഹൃദയത്തിൽ നൽകി തരുവാനായിട്ടിടയായി തീർന്നു. ഇവിടുത്തെ ചിന്ത ഇതാണ്: മുമ്പോട്ട് പോകുവാൻ നീ ജനത്തോട് പറയണം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ദൈവമക്കളോട് ദൈവാത്മാവിന് പറയാനുള്ള സന്ദേശം, മുമ്പോട്ട് പോകുവാൻ നീ ജനത്തോട് പറയണം. എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് ചിന്തിച്ച് ഇന്ന് രാത്രി നമ്മൾ വ്യാകുലപ്പെടുമ്പോൾ ദൈവാത്മാവിന് പറയാനുള്ളത് മുമ്പോട്ട് പോകുക എന്ന് തന്നെയാണ്. നമുക്കറിയാം, മിസ്രൈമിൽ നിന്ന് ജനത്തെ വിടുവിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. ആബീബ് മാസം 14-ാം തീയതി അർദ്ധരാത്രി ദൈവത്തിൻ്റെ ജനം വിടുവിക്കപ്പെടണം എന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു. ആ സമയം കുറിച്ചു വെച്ചത്, ആ സമയം തീരുമാനിച്ചത് മോശയല്ല, ഇസ്രയേലിലെ മൂപ്പന്മാരല്ല ആ സമയം നിശ്ചയിച്ചത്. ദൈവത്തിൻ്റെ ജനം വിടുവിക്കപ്പെടേണ്ട സമയം എഴുതി വെച്ചത് സ്വർഗത്തിലെ ദൈവമാകയാൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ദൈവമക്കളെ, ഇന്ന് രാത്രി മറക്കരുത്, നിന്റെ വിടുതലിന്റെ സമയം എൻ്റെ ദൈവം തീരുമാനിച്ചാൽ ഒരു ശക്തിക്കും ആ സമയം തെറ്റിക്കാൻ കഴിയത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയം വന്നാൽ സമയം തെറ്റുകയില്ല. നമ്മളെയും നമ്മുടെ തലമുറയെയും മാനിക്കാൻ ദൈവം നിശ്ചയിച്ച സമയം, നമ്മളെ വിടുവിക്കാൻ ദൈവം നിശ്ചയിച്ച സമയം, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകുവാൻ ദൈവം തീരുമാനിച്ച സമയത്തെ തെറ്റിക്കാൻ കഴിയുന്ന ഒരു ശക്തിയും ഈ ഉലകത്തിലില്ലെന്ന് വിശ്വസിച്ച് ഇന്ന് രാത്രി ഉറയ്ക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇവിടുത്തെ നമ്മുടെ സന്ദേശം, മുൻപോട്ട് പോകാൻ നീ ജനത്തോട് പറയണം, പുറകോട്ട് പോകരുത്. നിങ്ങൾ ഒരു വാക്യം ആ വിഷയത്തോട് ബന്ധപ്പെട്ട് ലൂക്കോസിന്റെ സുവിശേഷം 19-ാം അധ്യായം എടുത്താണ്. 19-ാം അധ്യായത്തിന്റെ 3-4 വാക്യം വായിച്ചേ. 19-ന്റെ 3-4 വാക്യങ്ങളൊന്ന് വായിച്ചേ. 19 കാണാൻ ശ്രമിച്ചു. ശ്രദ്ധിക്കണം, കഴിഞ്ഞില്ല. അടുത്ത വാക്ക് വായിച്ചേ. എന്നാൽ അവൻ മുൻപോട്ടോടി. മതി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇവിടെ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു,
പുരുഷാരം നിമിത്തം എന്ത് ചെയ്തില്ല? കഴിഞ്ഞില്ല. അടുത്ത വാക്ക്, അവൻ ഓട്ടം അവിടം കൊണ്ട് നിർത്തിയെന്നല്ല, അവൻ മുൻപോട്ട് എന്ത് ചെയ്തു? ഓടി. എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, ഒരു പ്രാവശ്യം ഓടി കഴിയാതെ വന്നപ്പോൾ പരാജയപ്പെട്ടത് കൊണ്ട് പുറകോട്ട് പോകുകയല്ല, മുൻപോട്ട് ഓടുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്. ശ്രദ്ധിച്ച് ദൈവമക്കളെ, കഴിഞ്ഞില്ല എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ സക്കായി അവിടം കൊണ്ട് പരിപാടി നിർത്തിയിരുന്നെങ്കിൽ സക്കായിയുടെ ചരിത്രം ഈ വേദപുസ്തകത്തിനകത്ത് വരത്തില്ലായിരുന്നു. പ്രൈസ് ദി ലോർഡ്. സക്കായിയുടെ ചരിത്രം വേദപുസ്തകത്തിനകത്ത് ആ പേര് വരുവാൻ കാര്യം, പരാജയപ്പെട്ടിട്ടും പുറകോട്ട് പോകാൻ തയ്യാറല്ല, മുൻപോട്ട് ഓടിയവന്റെ ചരിത്രം ഈ പുസ്തകത്തിനകത്ത് എഴുതി വെക്കുവാൻ ദൈവാത്മാവിന് പ്രസാദം തോന്നിയെങ്കിൽ ഇന്ന് രാത്രി പരാജയത്തെ കണ്ട് പിന്മാറാനല്ല, ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് മുന്നോട്ട് ഓടുന്നവരെ ഒരു ചരിത്രമാക്കി മാറ്റാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഉള്ളത് കൊണ്ട് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. പല സ്ഥലങ്ങളിലും പരാജയപ്പെടുമ്പോൾ, പലതും കഴിയാതെ വരുമ്പോൾ അവിടം കൊണ്ട് അവസാനിപ്പിക്കാനല്ല, അവിടെ നിന്ന് പുറകോട്ട് മാറാനല്ല. ദൈവത്തിന്റെ പദ്ധതിയാണെങ്കിൽ, ദൈവമക്കളെ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, മുന്നോട്ട് പോകാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ ബലം ഏറ്റെടുക്കാൻ തയ്യാറായാൽ നീ ഒരു പരാജയമാകത്തില്ല. നിന്നെ ഒരു ചരിത്രമാക്കി മാറ്റാൻ ഇന്ന് രാത്രി ആഗ്രഹിക്കുന്ന ഒരു ദൈവം ഈ രാത്രി സ്വർഗത്തിലുള്ളതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുൻപോട്ട് പോകുക, എങ്ങനെ മുൻപോട്ട് പോകും എന്നറിയാതെ ചില വിഷയങ്ങളുടെ നടുവിൽ ഭാരപ്പെടുന്നവരോട് ദൈവാത്മാവ് ഇന്ന് രാത്രി ദൂത് പറയുന്നു. മുന്നോട്ട് പോകാനുള്ള നിയോഗം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നൽകുമ്പോൾ അവയെ പരാജയത്തെ കണ്ട് പിന്മാറാതെ മുന്നോട്ട് പോകാൻ തയ്യാറായാൽ മുന്നിൽ ദൈവപ്രവൃത്തി ഉണ്ടെന്ന് യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയമെടുക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ ഇന്ന് രാത്രി ജയമെടുക്കുന്നു. ഉടരമനഘടകം അർദ്ധനാദന ചുടാരമാന റിവനകലക ഷൈഡമാനഘട്ടം. ഹല്ലേലൂയ. ഒന്നാമത്തെ ഇതിനകത്ത് ചിന്ത, മുമ്പോട്ട് പോകാൻ ദൈവം പറയാനുള്ള ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് തന്നെ ഒരു വാക്യം അതിന്റെ 3:17 വായിച്ച്, പുറപ്പാട് 3:17 വായിച്ചാട്ടെ. മുൻപോട്ട് പോകുവാൻ ദൈവം പറയാനുള്ള കാരണം. ഇതിനകത്തെ ഒന്നാമത്തെ കാര്യം ഞാൻ നിങ്ങളോട് പറയാം. ഈ വഴി നിയമിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. ഇസ്രായേൽ മക്കൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വഴി സെറ്റ് ചെയ്തത് പിശാചല്ല, മനുഷ്യനല്ല, അവരെ വിളിച്ച ദൈവമാണെന്ന് ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ ദൈവസന്നിധിയിൽ കഴിയും? പ്രൈസ് ദി ലോർഡ്. ദൈവമക്കളെ, ഇന്ന് രാത്രി നമ്മൾ പഠിക്കേണ്ട കാര്യം, നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഴി സെറ്റ് ചെയ്തത്, ഈ വഴി തീരുമാനിച്ചത് സാത്താനല്ലെന്ന് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? മനുഷ്യന്റെ തലച്ചോറിലെന്ന് വിശ്വസിക്കാൻ എത്ര പേർക്ക് കഴിയും? ഞാൻ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന എന്റെ വഴി തീരുമാനിച്ചത് ദൈവമാണെന്ന് ഇന്ന് രാത്രി നല്ല ഉറപ്പുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തിയ ഒരു സ്തോത്രം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറഞ്ഞാട്ടെ. പ്രൈസ് ദി ലോർഡ്. നമ്മളോട് പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു വഴി തെരഞ്ഞെടുത്തോളാം ദൈവം പറഞ്ഞിരുന്നെങ്കിൽ രോഗങ്ങളില്ലാത്ത, കഷ്ടങ്ങളില്ലാത്ത, പ്രശ്നങ്ങളില്ലാത്ത, പ്രതിസന്ധികളില്ലാത്ത ഒരു നല്ല വഴി നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? തെരഞ്ഞെടുക്കുമായിരുന്നു. എന്നാൽ ഇന്ന് രാത്രി പ്രശ്നങ്ങളുള്ള, പോരാട്ടങ്ങളുള്ള, പ്രതിസന്ധികളുള്ള വഴിയിൽ കൂടെ നിന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് രാത്രി സാത്താനല്ല. നിന്റെ ജീവിതം സെറ്റ് ചെയ്ത് ഇന്ന് രാത്രി നീ നടക്കുന്നത് ദൈവം തീരുമാനിച്ച വഴിയിൽ കൂടെയാണെന്ന്, ദൈവം നിയമിച്ച വഴിയിൽ കൂടെയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ ദൈവസന്നിധിയിൽ കഴിയും?
പ്രൈസ് ദി ലോർഡ്. ഇതിനെപ്പറ്റി പുതിയ നിയമം എന്താണ് പറയുന്നത്? നിങ്ങൾ എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം വായിച്ചു. എബ്രായ ലേഖനം 12:2 വായിച്ചാണ് പുതിയ നിയമത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്ന കാര്യം. 12:2 വായിച്ചാട്ടെ. ആ ആ ആ ആ ആ ആ നിങ്ങളുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം എന്നെഴുതിയ വാക്യം വായിച്ചു. 12:1 മുതൽ വായിച്ചു. ആ ആ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്ന ഓട്ടം. സ്തോത്രം. എൻ്റെ കയ്യിൽ ഗ്രീക്കിൽ നിന്ന് പരിഭാഷ ചെയ്തൊരു ബൈബിൾ ഉണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന കോഴ്സ് എന്നാണ്. അതിന്റെ ലഘുവായ മലയാളം എഴുതിയിരിക്കുന്നത് നമ്മുടെ മുമ്പിൽ വെച്ചിരിക്കുന്ന ജീവിതം. അപ്പം ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ ജീവിക്കുന്ന ഈ ജീവിതം നമ്മുടെ മുമ്പിൽ വെച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി ഉറപ്പുണ്ട്? ഈ ജീവിതം പ്ലാൻ ചെയ്തൊരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. ഇന്ന് രാത്രി ഉറപ്പോടെ വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും? എന്റെ മുമ്പിൽ ഈ ഓട്ടം വെച്ചത്, ഈ കോഴ്സ് എന്റെ മുമ്പിൽ വെച്ചത്, എന്റെ മുമ്പിൽ ഈ ജീവിതം വെച്ചത് ഞാൻ ആരാധിക്കുന്ന എന്നെ വിളിച്ച ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ മുമ്പിൽ ഈ ഓട്ടം വെച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. നിങ്ങൾക്കറിയാമോ, യോഹന്നാൻ അപ്പോസ്തലൻ ദീർഘനാളുകൾ ജീവിച്ചിരുന്ന് ശുശ്രൂഷ ചെയ്ത് ഒരു വൃദ്ധനായി മരിച്ചപ്പോൾ സ്തേഫാനോസ് നല്ല യൗവനകാലത്ത് ഒരൊറ്റ പ്രസംഗം കഴിഞ്ഞ് എന്ത് ചെയ്തു? മരിച്ചു. നിങ്ങൾ ചിന്തിക്കണം, രണ്ടുപേരും കർത്താവിന്റെ അപ്പോസ്തലന്മാരാണ്, ദൈവദാസന്മാരാണ്. രണ്ടുപേരും സേവിക്കുന്നത് ഒരു ദൈവത്തെയാണ്. അനുഭവം വ്യത്യസ്തമാണ്. ഒരാള് ദീർഘായുസോടെ ജീവിച്ചിരുന്ന് ദീർഘനാളുകൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മറ്റൊരു കർത്തൃദാസൻ നല്ല യൗവനകാലത്ത് ഒരൊറ്റ പ്രസംഗം കഴിഞ്ഞ് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെട്ടു. എന്താ കാര്യം എന്നറിയാമോ? സ്തേഫാനോസിന്റെ മുമ്പിൽ ആ ജീവിതം വെച്ചത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാണ്. യോഹന്നാൻ അപ്പോസ്തലന്റെ മുമ്പിൽ അങ്ങനെ ഒരു ഓട്ടം വെച്ചത് സ്വർഗത്തിലെ ദൈവമാകയാൽ പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്ക് എത്ര പേർക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ ദൈവസന്നിധി കഴിയും? പ്രിയപ്പെട്ടവരെ, നമ്മൾ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് വിടുതലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഈ വഴി നിയമിച്ചത് നമ്മൾ ആരാധിക്കുന്ന ദൈവം തന്നെയാണ്. ദൈവമാണോ നിയമിച്ചത്? ഇന്ന് രാത്രി വിടുതലുണ്ട്, ഈ ദിവസങ്ങൾ വിടുതലുണ്ട്. നിന്റെ മുമ്പിൽ ഈ ഓട്ടം വെച്ചത് സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ഈ ദിവസങ്ങൾ എന്റെ മുമ്പിൽ ഒരു വിടുതലുണ്ട്, ഞാൻ തകർന്നു പോകയില്ല എന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മൾ ഉറക്കേണ്ടത് ഈ വഴി നിയമിച്ചത് ദൈവമാണ്. എന്റെ മുമ്പിൽ ഈ ഓട്ടം വെച്ചത്, ഈ ജീവിതം എന്റെ മുമ്പിൽ വെച്ചത് സാത്താനല്ല, എന്റെ ദൈവമാണ് ഈ ജീവിതം വെച്ചത്. ആമേ. ദൈവം നിയമിച്ച വഴിയിൽ കൂടെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ എനിക്കൊരു ദോഷവും സംഭവിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ദൈവസന്നിധിയിലുണ്ട്? പ്രൈസ് ദി ലോർഡ്. നമ്മുടെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ തലയിൽ നിന്ന് ഒരു മുടി പോലും കൊഴിഞ്ഞു പോകത്തില്ലെന്ന് കർത്താവ് പറഞ്ഞില്ല. നിങ്ങളുടെ തലയിൽ നിന്നൊരു മുടി കൊഴിഞ്ഞ് നിലത്ത് വീണാൽ പിതാവ് അറിഞ്ഞിട്ടേ എന്ത് ചെയ്യത്തുള്ളൂ. നിങ്ങളുടെ തലയിൽ നിന്നൊരു മുടി പോലും കൊഴിഞ്ഞു വീഴത്തില്ല എന്ന് യേശു പറഞ്ഞിരുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ഒരു പ്രശ്നവും എന്ത് ചെയ്യത്തില്ലായിരുന്നു, ഉണ്ടാകത്തില്ലായിരുന്നെന്ന ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ യേശു പറഞ്ഞത് അങ്ങനെയല്ല. മുടി കൊഴിഞ്ഞ് നിലത്ത് വീഴും, അർത്ഥം പ്രശ്നങ്ങൾ വരും, പ്രതിസന്ധികൾ വരും, അനർത്ഥങ്ങൾ വരും, പ്രതികൂലങ്ങൾ വരും. പക്ഷെ പറഞ്ഞതിന്റെ അർത്ഥം ഞാൻ അറിയാതെ, നമ്മുടെ പിതാവ് അറിയാതെ നിന്റെ വീടിനകത്തൊന്നും സംഭവിക്കത്തില്ലെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ എത്ര ദൈവമക്കൾക്ക് കഴിയും?
പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് ഉറപ്പുണ്ട് എൻ്റെ ദൈവം അറിയാത്തതൊന്നും എനിക്ക് സംഭവിച്ചിട്ടില്ലെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? എൻ്റെ വീടിനകത്ത്, എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവം അറിയാതെ എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് ഇന്ന് രാത്രി നല്ല നിശ്ചയമുള്ള ദൈവമക്കൾ ആ കരങ്ങളെ ഉയർത്തി നല്ലൊരു സ്തോത്രം ഈ രാത്രി ദൈവസന്നിധിയിൽ പറയട്ടെ. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇനി എബ്രായ ലേഖനത്തിൽ നിന്ന് മറ്റൊരു വാക്യം കൂടെ 11-ാം അധ്യായം, എബ്രായ ലേഖനം 11-ാം അധ്യായം, 11-ാം അധ്യായത്തിന്റെ 33-ാമത്തെ വാക്യം വായിച്ചു. 33-ാമത്തെ വാക്യം. മതി. 36-ാമത്തെ വാക്യം വായിച്ചേ. 30. മതി. ശ്രദ്ധിക്കണം, വിശ്വാസ വീരന്മാരാണ്. ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ അവർ രാജ്യങ്ങളെ അടത്തി, നീതി നടത്തി, വാഗ്ദത്തം പ്രാപിച്ചു, സിംഹങ്ങളുടെ വായടച്ചു. വേറെ ചില വിശ്വാസ വീരന്മാരെ പറ്റി പറയുന്നു. അവര് പരിഹാസം, ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു, കല്ലേറ് ഏറ്റു, ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു, പരീക്ഷിക്കപ്പെട്ടു. രണ്ടും ആരാന്നറിയാവോ? വിശ്വാസ വീരന്മാരാണ്. ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ വിശ്വാസത്താൽ തീയുടെ ബലം കെടുത്തിയപ്പോൾ മറ്റൊരു കൂട്ടം വിശ്വാസ വീരന്മാർ അതേ തീയിൽ വെന്തമർന്നു. ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയപ്പോൾ മറ്റൊരു കൂട്ടം വിശ്വാസ വീരന്മാർ അതേ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടു. ഒരു കൂട്ടം വിശ്വാസ വീരന്മാർ വിശ്വാസത്താൽ സിംഹത്തിന്റെ വായടച്ചപ്പോൾ മറ്റൊരു കൂട്ടം വിശ്വാസ വീരന്മാർ അതേ സിംഹത്താൽ കടിച്ചു കീറപ്പെട്ടു. ദൈവമക്കളെ, ഈ രണ്ടു കൂട്ടരും സേവിക്കുന്ന ദൈവം ഒരു ദൈവത്തെയാണ്, ആരാധിക്കുന്നത് ഒരു ദൈവത്തെയാണ്. നമുക്കിത് വായിക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തോന്നും ഈ കല്ലേറ് കൊണ്ട് ചത്തവരും ഈർച്ചവാളാൽ അറുക്കപ്പെട്ടവരും സിംഹം കടിച്ചു കീറിയവർക്കൊക്കെ വിശ്വാസം കുറവാണെന്നല്ല ബൈബിള് പറഞ്ഞേക്കുന്നത്. രണ്ടുപേരും ആരാന്നറിയാവോ? ഒരു സ്തോത്രം ഇന്ന് രാത്രി പറയാവോ? രണ്ടു കൂട്ടരും ആരാന്നറിയാവോ? വിശ്വാസ വീരന്മാരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും? ഒരു കൂട്ടം ആളുകൾ ഈർച്ചവാളാൽ അറുക്കപ്പെട്ടപ്പോൾ മറ്റൊരു കൂട്ടർ വിശ്വാസത്താൽ വാളിന്റെ വായ്ത്തലയ്ക്ക് തെറ്റിയെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം അവരുടെ മുമ്പിൽ വെച്ചത് നമ്മൾ ആരാധിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നമ്മൾ കേൾക്കുന്നു ഒരു കൂട്ടം ആളുകൾക്ക്, ചിലർ പറയുന്നു ക്യാൻസർ വന്നു, പ്രാർത്ഥിച്ചു, കർത്താവ് എന്ത് ചെയ്തു? സൗഖ്യം തന്നു. വേറൊരു കൂട്ടം ആളുകൾ അവരും അത് കേട്ടു, അവർക്കും ക്യാൻസർ വന്നു, അവര് പ്രാർത്ഥിച്ചു, 10 ദിവസം കഴിഞ്ഞപ്പോൾ ആളെന്ത് ചെയ്തു? മരിച്ചു. അപ്പം സേവിക്കുന്നത് ഒരു ദൈവത്തെയാണ്. അനുഭവം വ്യത്യസ്തമാണ്. അവിടെ അങ്ങനെയും ഇവിടെ ഇങ്ങനെയും സംഭവിക്കാൻ കാര്യം നമ്മുടെ ജീവിതം നിയമിച്ചൊരു ദൈവമുണ്ട്, നമ്മുടെ മുമ്പിൽ ഓട്ടം വെച്ചൊരു ദൈവമുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വിശുദ്ധ ബൈബിളിനകത്ത് ദൈവമക്കൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടതയും പ്രയാസങ്ങളും ഒക്കെ നമുക്കുണ്ടാകും. സ്തോത്രം, ദൈവം നമ്മളെ നടത്തിക്കൊണ്ടിരിക്കുക. ദൈവമക്കൾക്ക് എന്തുകൊണ്ടാണ് കഷ്ടത? നിങ്ങൾക്കറിയാമോ? സ്തോത്രം, ഒരു മനുഷ്യൻ ഒരു മകനുമായി, ഒരു അപ്പനും അമ്മയും യേശുവിൻ്റെ അടുക്കൽ വന്നിരിക്കുകയാണ്. സ്തോത്രം, അവരുടെ വിഷയം രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്തൊരു മകൻ അവർക്കുണ്ടായി, കൃഷ്ണമണിയില്ലാത്തൊരു മകൻ. ആ മകനുമായിട്ട് വേദനയോടെ ഒരപ്പനും അമ്മയും യേശുവിൻ്റെ അടുക്കൽ വന്ന് നിൽക്കുമ്പോൾ അവിടെ നിന്ന് അവർ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ഈ മാതാപിതാക്കൾ കേൾക്കെ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ്: ഇവൻ കുരുടനായി ജനിക്കാൻ കാര്യം ഇവന്റെ പാപമാണോ ഇവന്റെ അമ്മയപ്പന്മാരുടെ പാപമാണോ? ശ്രദ്ധിക്കണേ, മറുപടി പറയാൻ കഴിയാതെ ആ അപ്പനും അമ്മയും തലകുനിച്ച് നിൽക്കുമ്പോൾ അവർക്ക് വേണ്ടി സംസാരിച്ചത് നമ്മൾ ആരാധിക്കുന്ന കർത്താവാണ്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? പല ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലേ, നിനക്ക് വേണ്ടി മറുപടി പറയുന്ന ഒരു യേശു ഉണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. യേശു പറഞ്ഞെന്നറിയാമോ?
ഇവന്റെ അമ്മയപ്പന്മാര് പാപം ചെയ്തത് കൊണ്ടല്ല, ഇവൻ കുരുടനായി ജനിക്കാൻ കാര്യം പ്രൈസ് ദി ലോർഡ് ഇവങ്കൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടേണ്ടതാകുന്നു. ഇന്ന് രാത്രി എത്ര പേര് വിശ്വസിക്കും? കഷ്ടതയുടെ കഠിന ശോധനയിൽ കൂടെ കടന്നു പോകുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി പറയുന്നു, നിന്നെ തകർക്കാനല്ല, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഓ റിമരഗടഗജന ദുരബൽകമന അർദ്ധരാധന ചുടാരമാന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർക്ക് ധൈര്യത്തോടെ പറയാൻ കഴിയും, ആമേൻ, പ്രതിസന്ധിയിൽ കൂടെ പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുമ്പോൾ ഇതെന്നെ തകർക്കാനല്ല, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാനുണ്ട്. അവിശ്വാസം പറയരുത്. വിശ്വാസം പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, അവിശ്വാസം പറയരുത്. ഇന്ന് രാത്രി എത്ര പേർക്ക് പറയാൻ കഴിയും, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ജീവിതത്തിലെ പ്രതിസന്ധിയെ നോക്കി, തലമുറകളെ നോക്കി, പ്രിയപ്പെട്ടവരെ നോക്കി, വിഷയങ്ങളെ നോക്കി എത്ര പേർക്ക് ഈ രാത്രി പറയാൻ കഴിയും, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ടുണ്ട്, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഓ ഹീമരബലഭജനാദന ജുഡബലബലബലബലബ ശാന്തനാദനാദന അടകമനഘടകം ജുഡബലഭൗഷന്തനാദന. ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാനുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവമക്കൾക്ക് എന്താ കഷ്ടം? യേശു സ്നേഹിച്ച വീടാണ് ലാസറിന്റെ വീട്. യേശുവിനെ സ്നേഹിച്ച വീടാണ്. പ്രൈസ് ദി ലോർഡ്. അവിടെയാണ് ലാസറിന് ദീനം ഉണ്ടായത്, അവിടെയാണ് ലാസർ മരിച്ചത്, അവിടെയാണ് ലാസറിന് നാറ്റം വെച്ചത്. അവിടെ ആ സഹോദരിമാർ പറയുമ്പോൾ യേശു പറഞ്ഞൊരു മറുപടിയുണ്ട്, ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി അത്രേ. ദൈവമക്കളെ, നിനക്ക് വരുന്ന കഷ്ടത നിന്നെ തകർക്കാനല്ല, ദൈവപുത്രന്റെ നാമം മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാ. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? നിനക്ക് വന്ന സകല കഷ്ടതകൾ നിന്നെ തകർക്കാനല്ല, ഈ ദീനം മരണത്തിനായിട്ടല്ല, ഈ ദീനം നിന്നെ തകർക്കാൻ വേണ്ടിയിട്ടല്ല, ദൈവത്തിന്റെ പുത്രന്റെ നാമം മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യും. ഇതിനകത്തെ ഒന്നാമത്തെ സന്ദേശം എന്ന് പറയുന്നത്, പ്രിയപ്പെട്ടവരെ, ഈ വഴി നിയമിച്ചത് സ്വർഗത്തിലെ ദൈവമാണ്. ഇന്ന് രാത്രി നമ്മൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഓട്ടം നിന്റെ മുമ്പിൽ വെച്ചത് സ്വർഗത്തിലെ ദൈവമാണെന്ന് ഇന്ന് രാത്രി നിനക്ക് ഉറപ്പുണ്ടായിരിക്കണം. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ വേഗത്തിൽ നിന്നോട് പറയട്ടെ. ദൈവം നിയമിച്ച വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ലെന്ന് നമ്മൾ ധരിക്കരുത്. ദൈവം നടത്തുന്ന വഴിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകത്തില്ല എന്ന് നമ്മൾ എന്ത് ചെയ്യരുത്? കരുതരുത്. ദൈവം നിയമിച്ച വഴിയിൽ, ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ടെന്നറിയാവോ? പ്രശ്നങ്ങളുണ്ട്. ഈ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യം, ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ട്? പ്രശ്നങ്ങളുണ്ട്. അതിന്റെ തെളിവാണ് ചെങ്കടൽ വഴിയായിട്ട് ഇവരെ നടത്തിക്കൊണ്ട് വന്നത് ആരാന്നറിയാവോ? ദൈവമാണ്. ആ യാത്രയിലാണ് ചെങ്കടൽ എന്ത് ചെയ്തേക്കുന്നത്? തടസ്സമായി വന്നിരിക്കുന്നത്. അപ്പൊ ദൈവം നടത്തുന്ന വഴിയിൽ പ്രശ്നമുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കേ. ഈ ഇസഹാക്കിന്റെ വിവാഹം ഇസഹാക്ക് സ്നേഹിച്ചൊന്നും കിട്ടിയതല്ല. അബ്രഹാം എലയാസറിനെ പറഞ്ഞു വിട്ട് അടയാളമൊക്കെ വെച്ച് എലയാസർ പ്രാർത്ഥിച്ച്, പ്രൈസ് ദി ലോർഡ്, വ്യക്തമായി എന്റെ യജമാനന് വേണ്ടി ദൈവം നിയമിച്ചതാണെന്ന് ബോധ്യപ്പെട്ട് ആണ് ആരുടെ വിവാഹം നടന്നതെന്നറിയാമോ? ഇസഹാക്കിന്റെ വിവാഹം എന്ത് ചെയ്തത്? നടന്നത്. എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിച്ച് ദൈവഹിതപ്രകാരം ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവത്തിന്റെ ഹിതപ്രകാരം നടന്ന വിവാഹമാണ്, സ്തോത്രം, ഇസഹാക്കിന്റെ വിവാഹം. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാവോ? ഇങ്ങനെ പ്രാർത്ഥിച്ചൊക്കെ നടന്നിട്ടും ഇസഹാക്കിന് മക്കൾ ഉണ്ടാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ, പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? കല്യാണം ദൈവഹിതമല്ലാഞ്ഞിട്ടാണോ? എന്ന് പറഞ്ഞാൽ ആ സംഭവം നമ്മൾ പഠിച്ചാൽ, വാക്യങ്ങൾ വായിക്കാൻ മുമ്പ് സമയമില്ലാത്തത് കൊണ്ടാണ്, 100% ഇസഹാക്കിന്റെ വിവാഹം ദൈവത്തിന്റെ പദ്ധതിയാണ്, ദൈവഹിത പ്രകാരം നടന്നതാണ്. പക്ഷെ എന്തില്ലെന്നറിയാവോ?
മക്കളില്ല, പ്രശ്നമാണ്. അപ്പൊ നമ്മൾ പഠിക്കേണ്ട കാര്യം, ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ട്? പ്രതിസന്ധിയുണ്ട്. ഇനി ഇസഹാക്കിന്റെ വിഷയത്തിനകത്ത് പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതം ആരാഞ്ഞ് ദൈവഹിത പ്രകാരമാണ് ഇസഹാക്കിന്റെ വിവാഹം നടന്നതെങ്കിൽ, എന്റെ ദൈവമക്കളെ, ഇസഹാക്കിന്റെ കുടുംബജീവിതത്തിൽ അത്ഭുതം ചെയ്തൊരു ദൈവമുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? ഹല്ലേലൂയ. ഉഠമനക റിഗനഘടകമനക അർദ്ധനാഥനഘടകമനെ ഓ റിബനഘടകമനക ഷൈഡരാധന. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നീ പ്രാർത്ഥിച്ച് ദൈവാലോചന ചോദിച്ച് ഇറങ്ങി തിരിച്ച വഴിയിൽ പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിന്നോട് ആലോചന പറഞ്ഞ ദൈവം നിന്നെ കൈവിടത്തില്ല. ഒരത്ഭുതം വെളിപ്പെടാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് രാത്രി ആലോചന പറയുകയാണ്. ഓ റിബലഘടകജന ദുരബലബലബലബലബ അർദ്ധരാധന ജുഡമനബലബ ഷൈഡമനഘടകം. യേശുവിന്റെ രക്തത്താൽ ഇന്ന് മകൾ ജയമെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. മക്കളുടെ വിഷയമല്ല, മറ്റെന്തുമായിക്കൊള്ളട്ടെ, നീ പ്രാർത്ഥിച്ച് ദൈവത്തോട് ആലോചന ചോദിച്ച് ഉപവസിച്ച് ദൈവഹിതമാണെന്ന് ഉറപ്പുവരുത്തി നീ ഇറങ്ങിത്തിരിച്ച വഴിയിൽ, നിന്റെ തലമുറയുടെ പാതയിൽ ഇന്ന് രാത്രി വെല്ലുവിളി ഉണ്ടെങ്കിൽ നീ അത് കണ്ട് പേടിക്കേണ്ട. അവൻ ആലോചന പറഞ്ഞ് നിന്നെ അയച്ച ദൈവം ഒരത്ഭുതം ചെയ്യാൻ പോകുന്നു എന്ന് ദൈവാത്മാവ് ശക്തിയോടെ ഇന്ന് രാത്രി ആലോചന പറയുകയാണ്. ദൈവമക്കളെ, ദൈവം നടത്തുന്ന വഴിയിൽ പ്രശ്നമുണ്ട്. ദൈവം നടത്തുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നറിയാമോ? അതിന് പരിഹാരമുണ്ടെന്നുള്ളതാണ്. ഇന്ന് രാത്രി നമ്മൾ ഉറക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ വഴി നിയമിച്ചത് എൻ്റെ ദൈവമാണെങ്കിൽ ഇന്ന് എൻ്റെ മുമ്പിലെ പ്രശ്നത്തിന് 100% എൻ്റെ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകുമെന്ന് ഇന്ന് രാത്രി അടിയുറച്ചൊന്ന് വിശ്വസിക്കാൻ തയ്യാറായാൽ ഈ ദിവസങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരുമെന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവം ഒരു കാര്യം ചെയ്യുന്നതിനകത്ത് ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ട്. വ്യക്തമായ പദ്ധതി. നമുക്കറിയാം, സക്കറിയാവിനെ പറ്റി എലിസബത്തിനെ പറ്റി പറയും, ഇരുവരും ദൈവസന്നിധിയിൽ കുറ്റമില്ലാത്തവരാണ്, സകല കൽപ്പനകളും പ്രമാണിക്കുന്നവരാണ്. എന്നിട്ടും അവിടെ ജീവിതത്തിൽ പ്രശ്നമാണ്. അവിടെ പച്ചയ്ക്ക് എഴുതി വെച്ചിട്ടുണ്ട്, അവളെ മച്ചി എന്ന ആൾക്കാർ എന്ത് ചെയ്തു? വിളിച്ചു. വളരെ കറക്റ്റായി ജീവിച്ചിട്ടും ദേശത്ത് നിന്ദിക്കപ്പെടുകയാണ്. ജീവിക്കാത്തത് കൊണ്ടല്ല, ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ടല്ല, അവിശ്വസ്തരായത് കൊണ്ടല്ല, വിശ്വസ്തയോടെ ജീവിച്ചിട്ടും ദേശത്ത് മച്ചി എന്ന പേര് കേട്ട് എലിസബത്ത് നിന്ദിക്കപ്പെട്ടെങ്കിൽ എന്തിനാണ് ഒരു ദൈവ പൈതലിനെ ഇത്രയും വലിയ വിഷയത്തിൽ കൂടെ ദൈവം കടത്തിവിട്ടത്? എന്തിനാണെന്നറിയാമോ? മറിയോട് പരിശുദ്ധാത്മാവ് പോയി പറഞ്ഞു, നീ കന്യക ഗർഭം ധരിച്ച് നീ ഒരു മകനെ പ്രസവിക്കുമെന്ന് പറഞ്ഞപ്പോൾ മറിയ ചോദിച്ചു, ഇത് എങ്ങനെ സംഭവിക്കും? മറുപടി ഇങ്ങനെയാണ്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. നിന്റെ സഹോദരി എലിസബത്തിന് ഇത് 6-ാം മാസം. എന്തിനാണ് എലിസബത്തിനെ പ്രതിസന്ധിയിൽ കൂടെ കടത്തിവിട്ടത്? മറിയെ ബലപ്പെടുത്താൻ ഒരു എലിസബത്തിന് ദൈവത്തിന് വേണമായിരുന്നു. നിങ്ങൾക്കൊരു സ്വോത്രം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറയാവോ? ഇന്ന് രാത്രി നീ കടന്നു പോകുന്ന പ്രതിസന്ധിയുടെ പുറകിൽ ദൈവത്തിന് വ്യക്തമായ നിയോഗമുണ്ടെന്ന്, ദൈവത്തിന് വ്യക്തമായ പദ്ധതിയുണ്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി ആലോചന പറയുമ്പോൾ, ഞാൻ ഇന്ന് പകൽ നിങ്ങളോട് പറഞ്ഞു, സ്തോത്രം, 18 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്ക് ഒരു തലമുറയെ ദൈവം തന്നത്. 18 വർഷം കഴിഞ്ഞാണ്. ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോൾ ഒരു ഭാര്യയും ഭർത്താവും കൂടെ വലിയ നിരാശയിലിരിക്കുകയാണ്. സ്തോത്രം,
പ്രൈസ് ദി ലോർഡ്. അവര് വളരെ നിരാശരായിട്ടിരിക്കുന്നു. അവരുടെ വിഷയം മക്കളില്ല എന്നുള്ള വിഷയമാണ്. അപ്പം സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് 18 വർഷം കഴിഞ്ഞാണ് ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തന്നതെന്ന് പറഞ്ഞപ്പോൾ അവര് 18 വർഷം കഴിഞ്ഞ് ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും, എന്നാൽ ഞങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് ഒരു പ്രശ്നമേ അല്ലെന്ന് എന്ത് ചെയ്തു പറഞ്ഞവര് ബലപ്പെട്ടു. ഞാനൊരു സ്ഥലത്ത് ശുശ്രൂഷിക്കുന്ന സഭയിൽ ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്തോത്രം, പാലക്കാട് അഖിലിയ ഹോസ്പിറ്റലിൽ ഡോക്ടറും ഒരു ഭർത്താവും കൂടെ, സ്തോത്രം, അവരുടെ വീട് ഈ കുമ്പനാട് ഭാഗത്താണ് ഭാര്യയായ ഡോക്ടറുടെ വീട്. വിശ്വാസത്തിന് വേണ്ടി ഒറ്റയ്ക്കിറങ്ങി തിരിച്ചു. ആൾക്കാർ പറഞ്ഞു ഇതിൻ്റെ പരിണിത ഫലം അനുഭവിക്കുമെന്ന് ആ ഡോക്ടറായ സഹോദരിയോട് പറഞ്ഞവരെ നിന്ദിക്കുന്ന ഒരു സമയം. ഞാൻ ഉപവസിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥന പകുതിയായപ്പോൾ അവർ ഭാര്യയും ഭർത്താവും കൂടെ വന്നു. ആ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് എന്നോട് പറഞ്ഞു, അല്പസമയം പ്രാർത്ഥിക്കണം, ഞങ്ങളൊരു പ്രത്യേക കാര്യത്തിന് വേണ്ടി പോവുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, അവര് വലിയ സമ്പന്നരാണ്, ഇഷ്ടം പോലെ കാശുള്ള ആളുകളാണ്. പ്രാർത്ഥന കഴിഞ്ഞ് ഇവരെന്നോട് പറഞ്ഞു, ഞങ്ങൾ തൃശ്ശൂർ പോവുകയാണ്, ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള പേപ്പർ വർക്കുകൾ ഞങ്ങൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അതിനുവേണ്ടി ഞങ്ങൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്, ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ച് പാസ്റ്റർ വിടണം എന്ന് പറഞ്ഞു. സ്തോത്രം. അപ്പം വളരെ വർഷങ്ങളായി ഇഷ്ടം പോലെ കാശുണ്ട്. ഇന്ത്യയിലും വിദേശത്തും കാണിക്കാവുന്ന സകല ഡോക്ടർമാരെ എന്ത് ചെയ്തു, കാണിച്ചു. അവസാനം ഡോക്ടർമാർ പറഞ്ഞ വാക്കിങ്ങനെയാണ്, ഒരു കുഞ്ഞിനെ എന്ത് ചെയ്തു, ദത്തെടുത്തോളാൻ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അതിനുള്ള യാതൊരു സാധ്യതകളും ഇല്ലായിരുന്നു. സ്തോത്രം. ഞാൻ അവരെ പ്രാർത്ഥിച്ചു വിടാൻ വേണ്ടി പ്രാർത്ഥിച്ചവരോട് ദൈവാത്മാവ് പറഞ്ഞു അവരോട് തിരിച്ചു പോകാൻ പറയാൻ. ദൈവാത്മാവ് എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങളെ സ്തോത്രം അങ്ങോട്ട് വിടാനല്ല, ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നത് നിങ്ങൾ തിരിച്ച് വീട്ടിൽ പോകണം, തൃശ്ശൂർക്ക് പോകരുതെന്നാണ് ദൈവാത്മാവ് എന്നോട് പറയുന്നതെന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു, എൻ്റെ ഭാഷ, ദൈവം ഞങ്ങൾക്കൊരു കുഞ്ഞിനെ തരുമോ? ഞാൻ പറഞ്ഞു, എനിക്കറിയത്തില്ല, എന്നോട് ദൈവാത്മാവ് പറഞ്ഞേക്കുന്നത് തിരിച്ചു പോകാനാണ് പറയുന്നതെന്ന് പറഞ്ഞു. അവർ തിരിച്ചു പോയി. ഏകദേശം ഒരു 4 മാസം കഴിഞ്ഞപ്പം എന്നെ വിളിച്ച് അവർ പറഞ്ഞു, സ്തോത്രം, ദൈവം അവർക്ക് വേണ്ടി ഒരു അത്ഭുതം എന്ത് ചെയ്തു. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടാണെന്ന് പറയാൻ വേണ്ടി പറഞ്ഞതൊന്നുമല്ല. നമ്മൾ പ്രാർത്ഥിച്ചതുകൊണ്ടൊന്നുമല്ല. സ്തോത്രം. കുഞ്ഞുങ്ങളുണ്ടാകണമെന്ന് പറഞ്ഞ് ഞാട്ട് പ്രാർത്ഥിച്ചിട്ടുമില്ല. ദൈവം പറഞ്ഞ കാര്യം ഞാൻ എന്ത് ചെയ്തതേ ഉള്ളെന്നറിയാവോ? പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ ദൈവമക്കളെ, സ്തോത്രം, ഒരു പെൺകുഞ്ഞിനെ ദൈവം അവർക്ക് നൽകി. ഇന്ന് ഏകദേശം 4 വയസ്സ് പ്രായം ആ പെൺകുഞ്ഞിനുണ്ട്. വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ അവർ മുമ്പോട്ട് പോകുന്നു. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന പ്രതിസന്ധിക്കകത്ത് ഒരു വ്യക്തമായ പദ്ധതി ദൈവത്തിനുണ്ടെന്ന്? ഓ റിവനഗടഗജന ദുരവൽക്കമന അർദ്ധനാദന ചുടാരമാന. യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ജയമെടുക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ ജയമെടുക്കുന്നു. ദൈവത്തിന്റെ പാതയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ, ദൈവ നിയോഗപ്രകാരം സഞ്ചരിക്കുമ്പോൾ, ദൈവം നിശ്ചയിച്ച വഴിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ പ്രശ്നങ്ങൾ വന്നാൽ അത് പരിഹരിക്കുന്ന ഒരു ദൈവം. അതിനുദാഹരണമാണ് നമുക്ക് പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം എടുത്താണ്. പ്രവൃത്തി 16-ാം അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യം, 16-ന്റെ 6. അപ്പോസ്തലന്മാരൊക്കെ ഇങ്ങനെയാണ് യാത്ര ചെയ്തത്. ആസിയിൽ വചനം പ്രസംഗിക്കരുതെന്ന് ആത്മാവ് എന്ത് ചെയ്തു? വിലക്കി. നമ്മളെപ്പോലെ 3 ദിവസം ഉപവസിച്ചുകൊണ്ടിരുന്നപ്പോഴൊന്നും അല്ല, അവർ പോകാൻ തുടങ്ങിയപ്പോൾ ദൈവാത്മാവ് എന്ത് ചെയ്തു? വിലക്കി. വിതുനയ്ക്ക് പോകാൻ നോക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല? സമ്മതിക്കുന്നില്ല. 2 വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. 1 വിലക്കി, 2 സമ്മതിക്കുന്നില്ല. ഇന്ന് രാത്രി ഈ അനുഭവമൊക്കെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിന് വിധേയപ്പെട്ടാലുണ്ടല്ലോ, ദൈവഹിതമല്ലാത്ത വഴിയിലേക്ക് നീ ചുവട് വെക്കുമ്പോൾ നിന്നെ വിലക്കുന്ന ഒരാത്മാവുണ്ട്. തിരികിതമല്ലാത്ത വിഷയത്തിലേക്ക് ചുവട് വെക്കുമ്പോൾ നിന്നെ സമ്മതിക്കാത്ത ഒരു ആത്മാവാണ് ഇന്ന് പകൽ നമ്മുടെ പേർ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ആത്മാവ്. ആരുടെയും പുറകെ പോയി ഒന്നും ചോദിക്കാൻ പോകണ്ട. അരുളപ്പാട് പറയുന്നവന്റെ പുറകെ നീ ഓടണ്ട. നിന്റെ മേൽ ദൈവത്തിന്റെ ആത്മാവുണ്ടെങ്കിൽ അരുതാത്ത വഴികളിലേക്ക് ചുവട് വെക്കുമ്പോൾ, ദൈവഗതമല്ലാത്ത വഴികളിലേക്ക് ചുവട് വെക്കുമ്പോൾ വിലക്കുന്ന ഒരാത്മാവുണ്ട്. ഇന്ന് രാത്രി അനുഭവിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പോയി അവൻ 2 വഴികൾ തുറന്നു വന്നു. ആത്മാവ് പറഞ്ഞു എന്ത് ചെയ്യണ്ട. ഒരു വഴി തുറന്നു, സന്തോഷമായി പോകാൻ വേണ്ടി ആലോചന ചോദിച്ചപ്പോൾ ദൈവാത്മാവ് എന്ത് ചെയ്യുന്നില്ല?
സമ്മതിക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞ് വേറൊരു വഴി തുറന്നു. പോകാൻ നോക്കിയപ്പോൾ ക്രിസ്തുവിന്റെ ആത്മാവ് എന്ത് ചെയ്യുന്നില്ല, സമ്മതിച്ചില്ല. അപ്പം 2 വഴി തുറന്നതാ. 2 വഴി ആരാ അടച്ചത്? ദൈവം അടച്ചു. അവിടെ മുമ്പ് 2 നല്ല വഴികൾ തുറന്നു വന്നതാണ്. 2 വഴിയും ദൈവം എന്ത് ചെയ്തു? ദൈവം അങ്ങ് അടച്ചു. അപ്പൊ ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ദൈവഹിതമല്ലാത്ത വഴിയൊക്കെ തുറക്കാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചു, പ്രതീക്ഷിച്ച് കാത്തിരുന്ന് ചില വഴികളൊക്കെ അടഞ്ഞുപോയെങ്കിൽ ആമേൻ, അത് ദൈവത്തിന്റെ പദ്ധതിയാണെന്ന് ഓർത്ത് ഇന്ന് രാത്രി ദൈവത്തെ ആരാധിക്കാൻ നമുക്ക് കഴിയണം. ഇനി ദൈവം വഴി അടച്ചെങ്കിൽ എൻ്റെ കർത്താവ് വഴി അടയ്ക്കുന്നവൻ മാത്രമല്ല, മക്കദോനിയിൽ നിന്ന് ഒരു പുരുഷൻ വന്ന് വിളിക്കുന്ന ദർശനം നൽകി ഒരു പുത്തൻ വഴി ദൈവം തുറന്നു. ഇന്ന് രാത്രി എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? നീ പ്രതീക്ഷിച്ച പല വഴികളും ദൈവം അടച്ചെങ്കിൽ കൃപയുള്ള എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയും? എൻ്റെ ദൈവം വഴി അടയ്ക്കുന്നവൻ മാത്രമല്ല, ദൈവഹിത പ്രകാരമുള്ള വഴി നിന്റെയും നിന്റെ തലമുറയുടെയും മുമ്പിൽ ഇന്ന് രാത്രി തുറക്കാൻ കഴിയുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഒരു വഴി മക്കദോനിയിലേക്ക് ഒരു വഴി ദൈവം ചെയ്തു തുറന്നു. ആ വഴിയെ കൂടെ അവർ പോവുകയാണ്. പോയിട്ട് നമുക്കതിന്റെ 16-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യം, 24-ാമത്തെ വാക്യം. ശ്രദ്ധിക്കണം. പ്രാർത്ഥിച്ച് ദൈവം തുറന്ന വഴിയിൽ കൂടെയാണ് അവരെന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം അകത്തെ തടവിൽ കോലുകൊണ്ടടിച്ച് കാലാമത്തിലിട്ട് എന്ത് ചെയ്തു? പൂട്ടി. നിങ്ങൾ ചിന്തിക്കണം, ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ട്? പ്രശ്നമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നടത്തുന്ന വഴിയിൽ പ്രതിസന്ധികളില്ലെന്ന് കരുതരുത്. ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് കാലാമത്തിലാണ്, കോലുകൊണ്ട് അടികൊണ്ടു, അകത്തെ തടവിൽ കിടക്കുകയാണ്. ന്യായമായിട്ട് ചിന്തിക്കുക, ദൈവം തന്നെയാണോ ഈ വെളിപ്പാട് പറഞ്ഞത്? നമ്മളാണെങ്കിൽ ദൂത് പറഞ്ഞ പാസ്റ്റർ എന്ത് ചെയ്തേക്കുകയില്ല, വെച്ചേക്കുകയില്ല. പുള്ളി കള്ളനാന്ന് വേണേ പറയും. പുള്ളി ഈ പരിപാടിയെല്ലാം ഒപ്പിച്ചെന്ന് നമ്മൾ എന്ത് ചെയ്യും? പറയും. ഓർക്കണം, പരിശുദ്ധാത്മാവ് തുറന്നു കൊടുത്ത വഴിയാ. ഇന്ന് കിടക്കുന്നത് ആമത്തിലാണ്. കാരാഗ്രഹത്തിനകത്ത് പൂട്ടപ്പെട്ടവരായി കിടക്കുകയാണ്, ബന്ധിക്കപ്പെട്ടവരായി കിടക്കുകയാണ്. ആര് പറഞ്ഞിട്ട് വന്നതാ? പരിശുദ്ധാത്മാവിന്റെ നിയോഗപ്രകാരം വന്നതാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി ദൈവാത്മാവ് ആരോടൊക്കെയോ ഇടപെടുന്നത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നീ പ്രാർത്ഥിച്ച് ദൈവാലോചന കേട്ട് ദൈവഗത പ്രകാരം നീ ഇറങ്ങി തിരിച്ചിട്ട് നിന്റെ ജീവിതത്തിലെ പരാജയങ്ങളെ കണ്ട് ഇന്ന് രാത്രി പകച്ചു നിൽക്കാനല്ല, ദൈവം തുറന്ന വഴിയാണ്. അതിനകത്തെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ഒരു ദൈവ സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എൻ്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിങ്ങൾക്കറിയാമോ, നമുക്കൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്തെന്നറിയാമോ? പത്രോസ് പാടിയെന്നും സ്തുതിച്ചെന്നും കാരാഗ്രഹത്തിന്റെ അടിത്തറ ഇളകിയെന്നും ഒക്കെ കേൾക്കാനാണ് നമുക്ക് ഇഷ്ടം. ഇളക്കാൻ കാര്യം എന്താണെന്നറിയാമോ? അവിടെ പരിശുദ്ധാത്മാവ് ഇറങ്ങാൻ കാര്യം എന്താണെന്നറിയാമോ? ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവം തുറന്ന വഴിയിൽ കൂടെ ഇറങ്ങിയിട്ട് ഒരു പ്രതിസന്ധി വന്നാൽ ആലോചന പറഞ്ഞവൻ മാറി നിൽക്കുന്ന ദൈവമല്ല, അതിന്റെ നടുവിലേക്ക് ഇറങ്ങി വന്ന് അത്ഭുതം ചെയ്യുന്ന ദൈവമാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ദുരബൽക്കമനഘടകം. ഈ ദിവസങ്ങൾ ചില വിഷയങ്ങൾക്ക് വിടുതലുണ്ട്. ചില വിഷയങ്ങളുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടും. അർദ്ധരാധന ചുടാരമാനക ശാന്തരെ ഉടകമനഘടകജന ദുരബൽ കമനഘടകജന ദുരബൽ പ്രൗഢമാന. അവൻ ദൈവഗത പ്രകാരം സഞ്ചരിക്കുന്ന വഴിയിലെ വിഷയത്തിൽ സ്വർഗം ഇടപെടാൻ പോകുന്നതിനായി സ്തോത്രം. അതിനകത്ത് അടികൊണ്ട് കൈകാലുകൾ ബന്ധിക്കപ്പെട്ടവരായി അവര്
പാടി സ്തുതിക്കുമ്പോൾ അവിടെ സ്വർഗം ഇറങ്ങി വന്നെങ്കിൽ നീ കേട്ട ദൈവശബ്ദമുണ്ടല്ലോ, അതിന്റെ പുറകിലെ ദൈവം നിന്നെ കൈവിടത്തില്ല. നീ ചലിച്ചത് ദൈവശബ്ദം കേട്ടാണെങ്കിൽ, നീ ചലിച്ചത് ദൈവാലോചന കേട്ടാണെങ്കിൽ, നീ ഇറങ്ങി തിരിച്ചത് പ്രാർത്ഥിച്ചാണെങ്കിൽ, നീ ഇറങ്ങി തിരിച്ചത് ഉപവസിച്ചാണെങ്കിൽ, നിന്നെ പറഞ്ഞു വിട്ട ദൈവം നിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ മാറി നിൽക്കത്തില്ല. ഈ 2025 ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന് ഇന്ന് രാത്രി ഉറച്ചു വിശ്വസിക്കാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്തിയ നന്ദിയോടെ യാക്കോബ് പറഞ്ഞാൽ കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ, സുഖം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യട്ടെ? പാട്ട് പാടട്ടെ. യാക്കോബ് പറഞ്ഞ കഷ്ടം അനുഭവിക്കുന്നവൻ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. ഇന്ന് കഷ്ടം അനുഭവിക്കുന്നവന് പ്രാർത്ഥിക്കാൻ നേരമില്ല. ഇതെല്ലാം ഈ ഗ്രൂപ്പിനകത്തേക്ക് തോണ്ടിയിട്ടേച്ച് പുള്ളി എന്ത് ചെയ്യാണ്? നടക്കുക. ഇന്ന് പ്രാർത്ഥന തൊഴിലാളികളെ ഏൽപ്പിച്ചിട്ട് ഈ കഷ്ടം അനുഭവിക്കുന്നവൻ മാറി നിൽക്കാനല്ല. തിരുവെടുത്ത് പറയുന്നത് എന്താ? കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കട്ടെ. നമ്മൾ പറയുന്ന ഒരു 100 ഗ്രൂപ്പിനകത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? പാസ്റ്ററെ ഷെയർ ചെയ്തിട്ടുണ്ട്. അവരെന്ത് ചെയ്തോളും? എനിക്ക് ഉപവസിക്കാനും നേരമില്ല, പ്രാർത്ഥിക്കാനും നേരമില്ല. ഞാൻ എന്ത് ചെയ്യാണ്? എല്ലാവരും പ്രാർത്ഥിക്കണം, കൈത്താങ്ങൽ വേണം, നമുക്ക് പ്രാർത്ഥനയുടെ കൈത്താങ്ങൽ വേണം. പക്ഷെ നീ ഗ്രൂപ്പിനകത്തേക്ക് തോട്ടിയിട്ടേച്ച് ഉപവസിക്കാതെ പ്രാർത്ഥിക്കാതെ നടന്ന വിഷയത്തിന് എന്ത് ചെയ്യത്തില്ല? വിടുതലുണ്ടാകത്തില്ല. സ്തോത്രം. പ്രാർത്ഥിക്കാൻ പറയണം, പ്രാർത്ഥനാ വിഷയം ഷെയർ ചെയ്യണം, മറ്റുള്ളവരോട് പറയണം. മറ്റുള്ളവരോട് പറഞ്ഞിട്ട് നീ പ്രാർത്ഥിക്കാതെ മുമ്പോട്ട് പോകാനല്ല. ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുന്നത് കഷ്ടം അനുഭവിക്കുന്നവൻ പ്രാർത്ഥിക്കണം. സ്തോത്രം. നിനക്ക് ഉപവസിക്കാൻ നേരമുണ്ടോ? നിന്റെ വിഷയത്തിന് വേണ്ടി നിനക്ക് പ്രാർത്ഥിക്കാൻ നേരമുണ്ടോ? നമ്മൾ സഭക്കാരെ ഏൽപ്പിച്ചു, ഗ്രൂപ്പിന്റെ അഡ്മിന്മാരെ നമ്മൾ കാര്യം ഏൽപ്പിച്ചു. നമുക്ക് ഉപവസിക്കാൻ നേരമില്ല. ഇന്ന് രാത്രി ചില വിഷയത്തിന്റെ വിടുതലിന് ദൈവാത്മാവ് പറയുന്നു കഷ്ടം അനുഭവിക്കുന്നവർ ദൈവസന്നിധിയിൽ ഇരിക്കാൻ തയ്യാറാകട്ടെ. പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി സ്വർഗത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി എത്ര പേർ ഏറ്റെടുക്കാൻ കഴിയും? ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ നടുവിൽ പ്രാർത്ഥനയില്ലാതെ മുന്നോട്ട് പോകാനല്ല. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു ദൈവസന്നിധിയിൽ മുട്ടുമടക്കാൻ തയ്യാറാകട്ടെ. വിഷയങ്ങൾക്ക് വിടുതൽ വെളിപ്പെടും. ഉപവസിക്കാൻ സമയത്തെ വേർതിരിക്കട്ടെ. പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇന്ന് രാത്രി സ്വർഗത്തിലുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പം രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് ദൈവമക്കളെ, ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ടെന്നറിയാമോ? പ്രശ്നങ്ങളില്ലെന്ന് നമ്മൾ കരുതരുത്. ദൈവം നടത്തുന്ന വഴിയിൽ എന്തുണ്ടെന്നറിയാവോ? പ്രശ്നങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇനി അടുത്ത വിഷയം ഞാൻ വേഗം പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. പ്രശ്നം വരുമ്പോൾ പിറുപിറുക്കരുത്. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മറക്കരുത്. ഒന്ന്, ഈ വഴി ആര് നിയമിച്ചതാണ്? ദൈവം നിയമിച്ചതാണ്. 2, ദൈവം നടത്തുന്ന വഴിയിൽ എന്നുണ്ട്? പ്രശ്നമുണ്ട്. 3-ാമത്തെ കാര്യം, പ്രശ്നം വരുമ്പോൾ എന്ത് ചെയ്യരുത്? പിറുപിറുക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി പിറുപിറുക്കാതെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സമയം മുമ്പോട്ട് പോയല്ലോ, ഞാൻ വേഗം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനി ഈ ദൈവം നടത്തുന്ന വഴി പ്രശ്നങ്ങൾ വന്നാൽ എങ്ങനെ പരിഹരിക്കണമെന്ന് ദൈവത്തിന് അറിയാം. ദൈവം പറഞ്ഞു നിങ്ങൾ മിണ്ടാതെ ഇരിപ്പിൻ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയോ? ഈ വഴിയിൽ ഒരു പ്രശ്നം വന്നാൽ അതെങ്ങനെ പരിഹരിക്കണമെന്ന് ദൈവത്തിനറിയാം. ഒരു സ്തോത്രം ഇന്ന് രാത്രി പറയാവോ? നീ നോക്കുമ്പോ വഴി കാണുകയില്ല. ദൈവം പറഞ്ഞു നിങ്ങൾ മിണ്ടാതെ ഇരിക്കുക, ഇത് പരിഹരിക്കാൻ എനിക്കറിയാം. കാരണം ഈ വഴിയിൽ കൂടെ നിങ്ങളെ നടത്തിയത് ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് രാത്രി നമുക്ക് എത്ര പേർക്ക് വിശ്വസിക്കാൻ കഴിയും? ആമേൻ. ഈ പ്രശ്നം പരിഹരിക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. ഈ പ്രശ്നം പരിഹരിക്കാനുള്ള കാര്യങ്ങൾ എന്റെ ദൈവം ചെയ്യും.
നമുക്കറിയത്തില്ല ഇതെങ്ങനെ പരിഹരിക്കുമെന്ന്. ഞാനൊരു കാര്യം പറയാം. ദാനിയേലിനെ കൊണ്ട് സിംഹക്കുഴിക്കകത്തേക്ക് ഇട്ടപ്പോ ഒരൊറ്റ മനുഷ്യൻ നോക്കിയാൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി അതിനകത്ത് ഇല്ല. ആൾക്കാർ നോക്കിയിട്ട് പറയാം ദാനിയേൽ എങ്ങനെ രക്ഷപ്പെടും? സകല ആളുകൾ ഒരുപോലെ പറയും ദാനിയേൽ എന്ത് ചെയ്യത്തില്ല, രക്ഷപ്പെടുകയില്ല എന്നേ പറയത്തുള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ദാനിയേലിനെ രക്ഷപ്പെടുത്താൻ ആരും കാണാത്ത മാർഗം കണ്ടുവച്ച ദൈവമാണ് ഇന്ന് രാത്രി നമ്മൾ ആരാധിക്കുന്ന ദൈവം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പൈതലെ, നിന്റെ വിഷയത്തിൽ പരിഹരിക്കാൻ ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നാത്ത മാർഗം എന്റെ ദൈവത്തിന്റെ കയ്യിലുണ്ട്. നമ്മൾ നോക്കുമ്പോ വഴി കാണുകയില്ല, നമ്മൾ നോക്കുമ്പോ സാധ്യതകൾ ഒന്നും കാണത്തില്ല. പക്ഷെ ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം, ഒരു മനുഷ്യന്റെയും മനസ്സിൽ തോന്നാത്ത വഴി എന്റെ ദൈവത്തിന്റെ തിരുഹൃദയത്തിനകത്തുണ്ട്. സ്വർഗം ആരും അറിയാത്ത ചില ദൈവിക പദ്ധതികൾ, ചില ദൈവിക വിടുതലുകൾ ഈ ദിവസങ്ങൾ വെളിപ്പെടുത്താൻ പോകുന്നത് ഓർത്ത് എത്ര പേർക്ക് ഇന്ന് രാത്രി വിശ്വസിക്കാൻ ദൈവസന്നിധി കഴിയും? ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, പക്ഷേ എന്റെ വിഷയം പരിഹരിക്കാനുള്ള മാർഗം എന്റെ ദൈവത്തിന്റെ പക്കലുണ്ടെന്ന് ഇന്ന് രാത്രി ഉറപ്പുള്ളവരാ കരങ്ങളൊന്ന് അടിച്ച് വിശ്വാസത്തോടെ എന്റെ വിഷയം പരിഹരിക്കാൻ ഒരു മാർഗം എന്റെ ദൈവത്തിന്റെ പക്കലുണ്ട്. ഓ ഹല്ലേലൂയ. അവരോട് ചോദിച്ചേ, ഈ ചെങ്കടൽ എങ്ങനെ കടക്കും? അവര് പറയും ഒരു വഴിയുമില്ല. നിങ്ങൾക്കറിയാം, അവിടെ ചെയ്ത കാര്യം നമുക്ക് നല്ലതുപോലെ അറിയാം. അവിടെ മനസ്സിൽ തോന്നാത്ത നിലയിൽ ചെങ്കടലിനെ ദൈവം എന്ത് ചെയ്തു? വിഭാഗിച്ച് അതിൻ്റെ നടുവിൽ കൂടെ വഴി ഒരുക്കിയ എന്ന് പറഞ്ഞാൽ അന്ന് വരെ ചെയ്യാത്ത, ആരും കാണാത്ത, ആരും പറഞ്ഞു കേൾക്കാത്ത ഒരു മാർഗത്തിൽ കൂടെ അവിടെ പ്രശ്നം പരിഹരിച്ചൊരു ദൈവമുണ്ട് ഇന്ന് രാത്രി. ഇതെന്തിനാ പ്രസംഗിച്ചെന്നറിയാവോ? ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ കേൾക്കാത്ത, നിങ്ങളുടെ മനസ്സിൽ തോന്നാത്ത ഒരു മാർഗത്തിൽ കൂടെ നീ അനുഭവിക്കുന്ന പ്രതിസന്ധി എന്റെ ദൈവം പരിഹരിക്കാൻ പോകുകയാണെന്ന് ഇന്ന് രാത്രി ദൈവാത്മാവ് ശക്തിയോടെ ദൈവത്തിന്റെ സഭയോട് ദൂത് പറയുമ്പോൾ ഇന്ന് രാത്രി ഏറ്റെടുക്കട്ടെ. ഒരു ദൈവപ്രവൃത്തി ഇന്ന് രാത്രി വെളിപ്പെടാൻ പോകുകയാണ്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്കറിയാമോ, കർത്താവ് ശിഷ്യന്മാർ ഗലീല കടലിൽ കൂടെ യാത്ര ചെയ്യുകയാണ്. കാറ്റ് ശക്തമായി അടിച്ചു, പടക് ആടി ഉലഞ്ഞു. യേശു അവരെ വിടുവിച്ചത് അന്ന് വരെ ചെയ്യാത്ത വഴി കൂടെയാ. യേശുവിന് കരക്കിരുന്ന് കാറ്റെ അടങ്ങ്, കടലെ ശാന്തമാകുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ശാന്തമാകുന്നേ ഉള്ളൂ. എന്നാൽ യേശു ചെയ്ത കാര്യം എന്താണെന്നറിയാമോ? അന്ന് വരെ അവർ കാണാത്ത ഒരു മാർഗം, അവർ കാണാത്ത ഒരു വഴി, കടലിന്റെ മുകളിൽ കൂടെ നടന്ന് നടന്ന് അവിടെ പടകിൽ കയറി കാറ്റിനെ ശാസിച്ച ഒരു ദൈവം ഇന്ന് രാത്രിയുണ്ട്. എത്ര പേർക്ക് ഇന്ന് രാത്രി സ്തോത്രം പറയാൻ കഴിയും? അന്ധലഘട്ടം ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ മനസ്സിൽ തോന്നാത്ത ഒരു മാർഗം നിന്റെ വിഷയം പരിഹരിക്കാൻ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. നിന്റെ തലമുറയെ ഉയർത്താൻ ഒരു പ്രവാചകന്മാരും ദൂത് പറയാത്തൊരു വഴി എന്റെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. ഓ, നിന്റെ കുടുംബത്തെ ഉയർത്താൻ ആർക്കും അറിയാൻ കഴിയാത്തൊരു വഴി എന്റെ ദൈവം കണ്ടുവച്ചിട്ടുണ്ട്. യേശുവിന്റെ രക്തത്താൽ ഇന്ന് പകൽ ജയമെടുക്കുന്നു. സ്തോത്രം. വേഗത്തിൽ ഒറ്റ വാക്യം കൂടെ വായിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം. നിങ്ങൾ പുറപ്പാടിന്റെ 14:17 വായിച്ചു. പുറപ്പാട് 14:17 വായിച്ചു. എന്തിനാ ദൈവം ഈ വഴി കൂടെയൊക്കെ നടത്തിയത്? ഇവിടെ പറഞ്ഞു, എന്നെ തന്നെ ഞാൻ എന്ത് ചെയ്യും? മഹത്വപ്പെടുത്തി. രണ്ടാമത്തെ കാര്യം കൂടെ നിങ്ങളുടെ പുറപ്പാട് 14:31 കൂടെ വായിച്ചാണ്. 14:31 കൂടെ. രണ്ട് കാര്യം ദൈവത്തിന് ചെയ്യണം.
ഈ പ്രശ്നമുള്ള വഴിയിൽ കൂടെ ദൈവം എന്തിനു നടത്തി? ഒന്ന്, ദൈവത്തിന് തന്നെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. രണ്ട്, ജനം ദൈവത്തെ എന്ത് ചെയ്യണം? നിങ്ങൾക്കൊരു സ്തോത്രം ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ പറയാവോ? ദൈവമക്കളെ, പ്രശ്നങ്ങളുള്ള വഴിയിൽ കൂടെ ദൈവം നമ്മെ നടത്തുന്നതിന്റെ കാര്യം ദൈവത്തിന് തന്നെ മഹത്വപ്പെടുത്തണം. ഞാൻ കുറച്ചു മുമ്പേ നിങ്ങളോട് പറഞ്ഞു, ദൈവമക്കൾക്ക് എന്തുകൊണ്ട് കഷ്ടത? നിന്നെ തകർക്കാനല്ല, ദൈവത്തിന്റെ നാമം മഹത്വപ്പെടുത്താനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയാണെന്ന് ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്കായി ഞാൻ നന്ദിയോടെ എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. രണ്ടാമത്തെ കാര്യം എന്നറിയാമോ? ജനം ഒന്ന് വിശ്വസിക്കണം. ജനം വിശ്വസിക്കണം. ഹല്ലേലൂയ. നിന്റെ കുടുംബം ചിലത് കണ്ട് വിശ്വസിക്കണം. നിന്റെ തലമുറ ചിലത് കണ്ട് വിശ്വസിക്കണം. നിന്റെ ജീവിതത്തിൽ വിശ്വാസം വർദ്ധിക്കണം. ഇന്ന് രാത്രി എത്ര പേർ കേൾപ്പിച്ചു കൊടുക്കാൻ കഴിയും? നിന്നെ തകർക്കാനല്ല ദൈവം ഈ വഴിയിൽ കൂടെ നടത്തുന്നത്. പ്രശ്നങ്ങളുള്ള വഴിയിൽ കൂടെ ദൈവം നിന്നെ നടത്തിയത് ഉടമന രഗനഘടക സൈലേ രഗനെ നിന്റെ വിശ്വാസത്തിന്റെ വർധനവിന് വേണ്ടിയാണെന്ന്. അവ ചിലത് വിശ്വസിക്കേണ്ടതിനുള്ള ദൈവത്തിന്റെ കാര്യപരിപാടിയാണെന്ന്. ഓ റിബലവലവ ശൈഡമാന ഘടകം ഉടമനഘടകി അന്തൽക്കമന. അവൻ ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. എല്ലാ ദൈവമക്കളും ഒറ്റ നിമിഷം ദൈവസന്നിധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ആമേൻ ഈ വചനത്തിന്റെ മുമ്പാകെ ഇന്ന് രാത്രി ഒന്ന് സമർപ്പിക്കാം. നമുക്കെല്ലാം ഒരു നിമിഷം, സമയം മുമ്പോട്ട് പോയതുകൊണ്ട് വേഗത്തിൽ ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് രാത്രി ആമേൻ ദൈവത്തിന്റെ ആത്മാവിനോട് പറഞ്ഞു, ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ഒരു ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ വെളിപ്പെടും. ഈ ദിവസങ്ങളിൽ ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടും. എന്തുകൊണ്ട് വെളിപ്പെടും? ദൈവമാണ് ഈ വഴി നിയമിച്ചത്. ഈ ഓട്ടം നമ്മുടെ മുമ്പിൽ വെച്ചത് സ്വർഗത്തിലെ ദൈവമാണ്.